പെരിന്തൽമണ്ണയിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീ അനൂപ് സാറാണ് നമ്മളുടെ കൂടെ ഇന്ന് ചേരുന്നത്. സർ, ജൂൺ 26 ലോക അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലഹരി വിരുദ്ധ ദിനത്തിൽ എന്ത് സന്ദേശമാണ് ഇപ്രാവശ്യം ജനങ്ങൾക്ക് നൽകാനുള്ളത്? അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ലഹരി വിരുദ്ധ ദിനമായി, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നമ്മളെല്ലാവരും ആചരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു സന്ദേശം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ നമ്മുടെ കലാലയങ്ങളും ലഹരി മുക്തമാവട്ടെ എന്നാണ്. കാരണം അത്രത്തോളം വർദ്ധിച്ചു വരുന്ന ഒരു ലഹരി നമ്മുടെ യുവജനങ്ങളെയും അതുപോലെ വിദ്യാർത്ഥികളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ആ യുവതലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇതിൽ പങ്കുകൊള്ളാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുവാണ് ഈ ഒരു പരിപാടിയിലേക്ക്. ഇപ്പോൾ തൂഫാൻ എന്ന് നമ്മൾ ലഹരി വിമുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ട് തൂഫാൻ എന്നൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ സർ പറഞ്ഞു എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്താണ്. അപ്പോൾ ഈ ഒരു തൂഫാനിൽ എങ്ങനെയാണ് പൊതുജനങ്ങൾക്കും ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയുക? നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു വിപുലമായൊരു പദ്ധതിയാണ് തൂഫാൻ എന്ന പദ്ധതി. അതായത് നമ്മുടെ ലഹരി വിമുക്തമാക്കാൻ കലാലയങ്ങളാണെങ്കിൽ ശരി, നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ അതിപ്രസരത്തെ ഒഴിവാക്കാൻ വേണ്ടി പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൃത്യമായി, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ, അതായത് പോലീസ് ആണെങ്കിലും എക്സൈസിലായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ തരിക. അത് പ്രകാരമുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. കുറച്ചുകൂടെ കൂടുതൽ കാരണം വൈഡായിട്ടുള്ള കാരണം ഇത് യൂണിഫോം ഇട്ട ഞങ്ങളെപ്പോലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളെ കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ ഉപരി പൊതുജനങ്ങളോടുകൂടി സഹകരണത്തോടുകൂടി ആകുമ്പോൾ നമുക്ക് കുറേ കൂടി ഇൻഫർമേഷൻസും ബാക്കിയുള്ളതും അവരും കൂടെ അണിനിരക്കുമ്പോൾ ഈ പദ്ധതിയെ വലിയ വിജയമാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഒരു പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ പ്രധാനമായും ഈ ഒരു ലഹരി വിമുക്ത കേരളമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മൾ എക്സൈസിനെ സംബന്ധിച്ച് പോലീസാണ് ഇപ്പോൾ തൂഫാൻ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ എക്സൈസിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയിരുന്ന ഓപ്പറേഷൻ തണ്ടറാണ്. നമ്മൾ അതുപ്രകാരമാണ് നമ്മൾ ഇപ്പോൾ പരിപാടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള വെല്ലുവിളി എന്ന് വെച്ചാൽ നമുക്ക് പരിമിതമായ ആളുകളേ ഉള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് 16 പഞ്ചായത്തോളം ഈ നമ്മുടെ പരിധിയിലുണ്ട്. അപ്പോൾ ഇത്രയും പഞ്ചായത്തുകൾ ഓടിയെത്താനുള്ള ആവശ്യമായ ഒരു സ്ട്രെങ്ത്ത് മെൻ്റെ കുറവ് നമുക്കുണ്ട്. 2 ഓഫീസേ നമുക്ക് ഇവിടെ ഉള്ളൂ പെരുന്തൽമണ്ണയെ സംബന്ധിച്ച്. അപ്പോൾ പിന്നെ 24 hours പ്രവർത്തിക്കാനുള്ള ആവശ്യമായ നമുക്കുള്ള വാഹനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ മെന്നോ ബാക്കിയുള്ളതൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പരിമിത സാഹചര്യത്തിലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ പരമാവധി നോക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലാണ് ചെറിയ കുട്ടികൾ മുതൽ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കൂട്ടുകെട്ടിലൊക്കെ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലഹരി. ഇതിപ്പോൾ മാനസികപരമായിട്ടും കുട്ടികളെ ബാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ തൊഴിലിലും എല്ലാ കുടുംബ ബന്ധങ്ങളൊക്കെ തകരാൻ ഇപ്പോൾ ഈ ഒരു ലഹരി കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലും എല്ലാം ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ എന്തൊക്കെയോ പദ്ധതികൾ നിങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? നമുക്കറിയാം, നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം പണ്ടത്തേക്കാൾ വളരെ ഒരു വർദ്ധിച്ചൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വിമുക്തി മിഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ നടപ്പിലാക്കിയ പദ്ധതിയാണ്. അത് വളരെ ഗംഭീരമായി അല്ലെങ്കിൽ വിപുലമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ആ വിമുക്തി മിഷൻ്റെ ഭാഗമായി നമുക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താറുണ്ട്. അതുപോലെ PTA മീറ്റിങ്ങിലും അവർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതുപോലെ അവരെ ബോധവൽക്കരിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ഒരു ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി എങ്ങനെ തിരിച്ചറിയാം, അപ്പോൾ എങ്ങനെയാണ് അവരൊന്ന് മാറ്റിയെടുക്കാം, അവരെങ്ങനെ കോളം നടത്തണം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ നമ്മൾ അവയർനെസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ടീച്ചേഴ്സിനും അതുപോലെ രക്ഷിതാക്കൾക്കും കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകൾ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ നമ്മൾ കണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മുഴുവൻ കേരളത്തെയും നമുക്ക് ലഹരി വിമുക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഇനി പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ മാതാപിതാക്കളോടായാലും എല്ലാവരോടുമായിട്ട് എന്താ പറയാനുള്ളത്? അതായത് നമുക്കറിയാം, ലഹരി വിരുദ്ധ ദിനത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സമൂഹം
അതായത് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം, ആ സമൂഹം ഒരു ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഒരുമിച്ചിറങ്ങിയാൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. സോ സേ നോ ടു അപ്പോൾ അതെ, സേ നോ ടു ഡ്രഗ്സ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.